ശിക്ഷീകരണത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ആനയ്ക്കുള്ളത് അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ നിന്നിട്ടുള്ളത്? എൻ്റെ കൂടെ എന്നുള്ളത് പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ചെക്കുണ്ട്, നല്ല അറിയപ്പെടുന്ന ചെറിയ ചെക്കനാ, മങ്കാത്ത അനീഷ്. അനീഷ്. ഇപ്പം ചേട്ടന് കുറച്ച് ഒരു 4-5ഓളം ആശാന്മാരുണ്ട്. ആശാന്മാരുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. പണിയുടെ കാര്യത്തിലായാലും ശരി, അവരുടെ ഗുരുത്വം കൊണ്ടും അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് മേന്മ കൊണ്ടും ചേട്ടൻ ഇപ്പോൾ എല്ലാ കാര്യം നേടിപ്പോകുന്നുണ്ട്. ചേട്ടൻ്റെ ശിക്ഷീകരണത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് നിലവിൽ ഇപ്പോൾ ആനയ്ക്കുള്ളത് അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ നിന്നിട്ടുള്ളത്? എൻ്റെ കൂടെ എന്നുള്ളത് ഒന്ന് നല്ല രീതിക്ക് പണിയെടുത്ത് പോയത് ഒന്നിപ്പം മൂന്നാറിലെ റിസോർട്ടിലുണ്ട് സുനിമോൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിന്നത് പിന്നെ കണ്ണൻ നായർ, അവനിപ്പം റിസോർട്ടിലാണ്. അവനെ ഞങ്ങൾ ഇന്നലെ വിളിച്ചായിരുന്നു. ഇന്നലെ ഞങ്ങൾ വിളിച്ചായിരുന്നു രാത്രിയിൽ. അപ്പം ഞങ്ങളെപ്പോൾ വിളിച്ചാലും വരാൻ തയ്യാറാണ്. അപ്പം അത് കൂടാണ്ട് പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒക്കെ ചെക്കന്മാരെ കംപ്ലീറ്റും ദൂരം വഴിക്കൊക്കെ എല്ലാം പുറത്തേക്കൊക്കെ പോയേക്കണം. പിന്നെ ഒരാളുണ്ട് ഇവിടെ തൃശ്ശൂരുണ്ട്, പിന്നെ കഴിഞ്ഞ മുന്നത്തെ പോലെ നമ്മളെ അമ്പാടിയാനെ കൊണ്ട് നടന്നാണ് വിഷ്ണു, പിന്നെ അരുൺ. പിന്നെ അതേമാതിരിക്ക് നമ്മളെ ചിറക്കിലെ പിന്നെ അമ്പലത്തിലെ ആനക്കുട്ടിയെ കൊണ്ട് നടക്കുന്നത് അരുൺ, അതും അരുൺ തന്നെ. ചെക്കന്മാർ ഇഷ്ടംപോലെ നല്ല നല്ല ചെക്കന്മാരുണ്ട്, നല്ല നല്ല അടിപൊളി ചെക്കന്മാരെ പണിയെടുക്കാൻ പറ്റും. അതേമാതിരിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ മാത്രമേ ഉള്ളൂ. നല്ല രീതിക്ക് നമുക്ക് എവിടെയും കൊണ്ട് രണ്ടാവനാ കിട്ടും, കാശുവാനൊക്കെ. ഞാൻ അവനെ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അവന് കൊടുത്തിട്ട് പോവാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേമാതിരിക്കാം, നമ്മൾ ഇവനോട് പറഞ്ഞില്ലേ അതിനപ്പുറത്തല്ലാണ്ട് അവൻ വേറൊരു പരിപാടി ചെയ്യില്ല. അങ്ങനെ പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് റോഡിലേക്ക് ഞാൻ അഴിച്ചു വിടണമെങ്കിൽ ഞാൻ പറഞ്ഞു. കാര്യം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അവസ്ഥ പറയാൻ പറ്റത്തില്ല, റേഞ്ചർ മാറും. പിന്നെ വിഷയം മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദ്യം വരുന്നത് എൻ്റെ അടുത്ത് ചോദിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ഇതൊന്നാവില്ല. സുനിമോനും പിന്നെ നായരും, കണ്ണൻ നായർ ഇപ്പം മൂന്നാറിലെ റിസോർട്ടിലാണ്. ഇവരെല്ലാവരും കഴിഞ്ഞിട്ട് നമ്മളെ ഇടക്കുളത്തുള്ള വിഷ്ണു, നല്ല അടിപൊളി ചക്കനാ, ഏത് പനയും കയറും, പൊട്ടണ്ട. പാന കയറാൻ വെട്ടുക്കനാണ്, പനയും കയറും, അത്യാവശ്യം നല്ല നാടൻ പണി മരം മുറിക്കുന്ന ചക്കനാണ്. ഒരു കാര്യത്തിനും മുട്ടുണ്ടവനാണ്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. നമ്മളെ മനസ്സിൽ കാണുമ്പോഴത്തേക്ക് അവൻ മരത്തിൽ കാണും. അതാണ് നമ്മൾ മാനത്തിൽ കാണുമ്പോഴത്തേക്ക് അവൻ തറിയിൽ കാണും. അങ്ങനത്തെ ആളാണ്. നോട്ടം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. നമുക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എടാ എന്നത് ഇത് ചെയ്യ് അല്ലെങ്കിൽ ഇത് ചെയ്യ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ തറിയിലത്തെ ഡ്യൂട്ടി കംപ്ലീറ്റും പക്കയായിട്ടുണ്ടാവും. ഞാൻ ചിലപ്പോൾ 10 മിനിറ്റ് വൈകിട്ടാവും, ചിലപ്പോൾ ആനത്തേക്ക് ചെല്ലുണ്ടാവും. പക്ഷെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല, വണ്ടിയില്ല. രാവിലെ 6:45 ഇവിടെ റോട്ടിൽ കയറി നിൽക്കണം, എന്നാലേ ബസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടുന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ബൈക്കിൽ കൊണ്ടുപോകണം. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കറക്റ്റ് ടൈമിന് ആനടുത്തെത്തും. ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെയാണ്. പിന്നെ ഈ ആനപ്പണി എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ കടലാണ്. ആ കടലിനകത്ത് കുറേയൊക്കെ സുഹൃത്തുക്കളുണ്ടാവും. നമുക്ക് എപ്പോഴും മറക്കാൻ പറ്റും. ഇപ്പോൾ കരിയൽ പാപ്പൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കുറേയൊക്കെ സുഹൃത്തുക്കളുണ്ടാവും. പ്രത്യേകിച്ചും തെക്കൻ ജില്ലയിൽ എപ്പോഴും ഒരു കൂപ്പിൽ 10 ആന ഉണ്ടെങ്കിൽ ആ 10 ആനയുടെ കൂടെ 3 പേര് 4 പേര് എപ്പോഴും കാണും. കൂടെ 2 പേര്, കുറഞ്ഞ 2 പേരെങ്കിലും കാണും. എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പരിപാടി സ്ഥലത്തായാലും. നമ്മുടെ അവിടുത്തെ ഉത്സവങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എഴുന്നള്ളിപ്പുകൾ മാത്രമാണ്. ഇതുകൊണ്ടുള്ള വലിയ പരിപാടികളെന്ന് പറഞ്ഞാൽ 2-3 പരിപാടികൾ, ബാക്കി എല്ലാം എഴുന്നള്ളിപ്പുകളാണ്, സ്ഥിരം എഴുന്നള്ളിപ്പുകളാണ്. അപ്പം എന്തായാലും പൂരപ്പുറം വെച്ച് കാണാൻ പറ്റും. അങ്ങനെയുള്ള സുഹൃത്ത് വലയങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ആരൊക്കെയാണ്? ഷൈജു കൊളക്കാടൻ ആനക്കുട്ടി കൊണ്ട് നടക്കില്ലേ, ഷൈജു ഞാനും ഒരു കമ്പനിയാണ്. നമുക്ക് മറക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്ര ഫുൾ കമ്പനിയാണ്. എനിക്ക് ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കമ്പനി കൂടുന്ന അവനായിട്ട് മാത്രമേ ഉള്ളൂ, ഷൈജുമാൻ. അല്ലാണ്ട് മറ്റുള്ള ആനക്കാരായിട്ടൊന്നും ഞാനൊരു കമ്പനിയില്ല. ഷൈജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചങ്കാണ്. അതേമാതിരിക്കും ആനയും അതേമാതിരിക്ക് തന്നെ. നമ്മളെന്ത് കാര്യത്തിനും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വെളിപ്പുറത്ത് ഓടി വരും. കൊളക്കാടൻ കുട്ടിക്കൃഷ്ണൻ്റെ പാപ്പൻ ഷൈജു. അത് നമ്മളെ ഒരു എൻ്റെ ഒരു സ്വന്തം ഏട്ടനും അനിയനെ പോലെ നമ്മൾ ഒരുമാതിരി കമ്പനി കൂടുന്ന മനുഷ്യനാണ്. അവർ നമുക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഏറ്റക്കുറച്ചിലില്ല. ഞാൻ എന്ത് പറയണു അതൊക്കെ ഓക്കെയാണ്. അല്ലെ സുനിയേട്ടാ ഇന്നത് അത് വേണ്ടാട്ടോ ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. അങ്ങനത്തെ ചങ്കാണ്, ചങ്ക് ബ്രോ ആണ്. അല്ലാണ്ട് നമ്മൾ മറ്റുള്ള ആനക്കാരായിട്ടൊന്നും തൃശ്ശൂർ ജില്ലയിൽ ഒരു ആനക്കാരായിട്ട് നമ്മൾ കമ്പനിയില്ല. ഷൈജു ഞാനും ഒരു കട്ടയ്ക്കാണ്. തെക്കനാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. എനിക്ക് അവിടെ തെക്കനാട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ആകെ ഉള്ളത് പ്രതിഭാട്ട മാത്രമേ ഉള്ളൂ. ഏത് അരുണിമ പറസ്ഥാനം കൊണ്ടു നടക്കുന്നത് പ്രതിഭാട്ടന് മാത്രമായിട്ട് കമ്പനി ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പം നമ്മുടെ മോദിയാനെ കൊണ്ടു നടക്കുന്നത്, കുത്തങ്ങളെ മോദിയാനെ കൊണ്ടു നടക്കുന്നത് സുരേഷ്. ബാക്കിയെല്ലാം ആശന്മാർ കണ്ടെത്തിപ്പെടുന്ന ആൾക്കാരാണ്. സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റത്തില്ല. മനോജേട്ടനായാലും ശരി, ബാക്കിയുള്ള ആൾക്കാരായാലും.
പിന്നെ നമ്മുടെ ചെറിയ ചെറിയ ചെക്കുണ്ട്, നല്ല അറിയപ്പെടുന്ന ചെറിയ ചെക്കനാ, മങ്കാത്ത അനീഷ്. അനീഷ്. അവൻ നമ്മളെ അനിയനാണ്, സ്വന്തം അനിയനെ പോലെ തന്നെയാണ് നമുക്ക്. അതിൽ ഈ ഷൈജുവിനെ പോലെ തന്നെയാണ് അവനും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, എല്ലാം നമ്മൾ പറയുന്നതിന് മുമ്പേ ആള് റെഡിയാണ് എല്ലാ കാര്യത്തിലും. അപ്പൊ ഇവരൊക്കെ ഓക്കെയാണ്, നമ്മളൊരു പ്രശ്നം വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു സ്പോട്ടിൽ വരും. അല്ലാണ്ട് നമ്മൾ മറ്റുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടും പോലും ഇങ്ങോട്ടും പോലും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ ആനയെ കൊണ്ടു നടക്കണം. കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ആനക്കുട്ടിയെ കൊണ്ടുപോയിട്ട് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചില്ല ഒരൊറ്റ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈജു മാത്രമേ ഉള്ളൂ. കാര്യം ഊണിലും ഉറക്കത്തിലും നമുക്ക് അവനെ വെറുപ്പിക്കാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത്ര പവറാണ്. നമ്മളിപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഈ സ്പോട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ നാളേക്ക് ഇവിടെ വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വടിക്കമ്പം ഉണ്ടെങ്കിലും കേട്ടോ ആ സാധനം കേട്ടോ ശരി ഓക്കെ അതുകൊണ്ട് കൊടുക്കും. കച്ചക്കയറ്, പുതിയ കച്ചക്കയറ് മേടിച്ചിട്ടുണ്ടെന്ന കയറ് ഞാൻ ഒരു ദിവസം കെട്ടിയുള്ളൂ. പുതിയ കച്ചക്കയറ്, വെള്ളക്കയറില്ലേ, വെള്ളം നമ്മുടെ മറ്റേ സൗച്ചൻ്റെ കയറ്, ഒരു ദിവസം നമ്മൾ ആനയ്ക്ക് കെട്ടിയിട്ടുള്ളൂ. പിറ്റേന്ന് രാവിലെ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കയറ് വേണം പറഞ്ഞു. ശരി നീ കൊണ്ടുപോക്കുക പറഞ്ഞു. നിങ്ങൾക്ക് ആന അഴിക്കുമ്പോഴത്തേക്ക് സാധനം പോരെ വെച്ചു. ആ ആന അഴിക്കുമ്പോഴത്തേക്ക് മതി പറഞ്ഞു. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ. പിന്നെ നമ്മൾ പിന്നെ പുറമുള്ള ആൾക്കാരുടെ തമ്മിൽ വലിയ കമ്പനിയൊന്നും ഇല്ല. നമുക്ക് ആരാ നമ്മുടെ കൂടെ ഉണ്ടാവുക അവരായിട്ട് തന്നെയുള്ളൂ. സുനിച്ചേട്ടാ, ഈ ആനക്കാരെന്ന് പറയുമ്പോൾ പണ്ട് തൊട്ടേ നമ്മുടെ കേട്ടറിവും പിരിച്ചു വെച്ച മീശ, ചുവന്ന കണ്ണ്, എപ്പോഴും കള്ള്, കഞ്ചാവ്, ഇതൊക്കെയാണ് പഴയ കാലത്തോട് പറഞ്ഞത്. ആ ഒരു സമയത്ത് ആനക്കാർക്ക് കല്യാണം എന്ന് പറഞ്ഞ കാര്യം ചിന്തിക്കാൻ പോലും പറ്റായിരുന്ന സമയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നാട്ടിൽ പെണ്ണ് കിട്ടാത്തൊരു സമയം. ആ ഒരു സമയത്താണ് പ്രേമിച്ചൊരു കല്യാണം കഴിച്ചത്. വീട്ടിലെ സാഹചര്യം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലെ എന്തായിരുന്നു അവസ്ഥ? അല്ല, ഞാൻ ഈ ചെറക്കൽ മഹാദേവനാനിക്കൂടെ നിന്നു. വന്നിട്ട് ഞാൻ ഈ കുമാരേട്ടൻ്റെ കൂടെ ഞാൻ നിൽക്കുന്ന കാലത്ത് ഞാൻ രാമകുട്ടിയേട്ടൻ്റെ കൂടെ മഹാദേവനാനിക്ക് നിൽക്കുമ്പോൾ എൻ്റെ വൈഫിനെ ഞാൻ കണ്ട് എനിക്ക് അവൾക്ക് ഇഷ്ടമായി എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർക്ക് കഴിഞ്ഞ് കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാനോട് ചോദിച്ചു, ആദ്യമേ പറഞ്ഞു ഇഷ്ടമാണ്? ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഇവൾക്ക് താഴെയുള്ള 2, 3, 5, 4, 5 പെൺകുട്ടികളുണ്ട്, അത് ചേച്ചിയുടെ താഴെയുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു ഒരു കാര്യം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒളിച്ചോടി പോകാം. ഫസ്റ്റ് ചോദിച്ചതാ. അപ്പം എന്നോട് എടുത്ത വല ചേച്ചി പറഞ്ഞു പറ്റില്ല, 4 പെൺകുട്ടികളാണ് താഴെയുള്ളത്. അപ്പം ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിമാരുടെ അവസ്ഥ അതേപോലെ തന്നെ ആവും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, 10 ആളെ അറിഞ്ഞിട്ട് നല്ല രീതിക്ക് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. കൊണ്ടുപോയി ആ ശരി ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ വന്നിട്ട് കല്യാണം കഴിച്ച് കൊണ്ടുപോയതാ. എന്തെങ്കിലും എതിർപ്പ് നേരിട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. രണ്ട് വീട്ടുകാരുടെ ഭാഗത്തും ഇല്ലില്ല. നമ്മുടെ വീട്ടിൽ അന്നുമില്ല ഇന്നുമില്ല. എത്ര വർഷം സ്നേഹിച്ചു? അല്ലെങ്കിൽ സ്നേഹിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2003 എത്ര കൊല്ലം ഉണ്ടാവും, ഒരു 2-2.5-3 കൊല്ലം. 3 കൊല്ലം പ്രേമിച്ചു. അന്നത്തെ കാലത്ത് മൊബൈലൊന്നും ഇല്ല. ഓർത്തെടുത്ത് പറഞ്ഞു വീട്ടിൽ ചെല്ലും പിടിയുള്ളൂ. അതല്ല, അന്നത്തെ കാലത്ത് മൊബൈലില്ല, ഒന്നുമില്ല, ഒരു ലാൻഡ് ഫോൺ അടക്കില്ല. ഞാൻ ഒന്ന് ഫോൺ ചെയ്യണമെങ്കിൽ ചെറുക്കൻ മധുവേട്ടല്ലേ, മധുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചെല്ലും, മധുവേട്ടനെ വിളിക്കും. വൈകുന്നേരത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുവേട്ടനോട് പറയും, ഏട്ടാ എനിക്കിന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്യണം. എന്നിട്ട് നമ്മുടെ മധുവേട്ടല്ലേ, മധുവേട്ടനോട് ചെല്ലും, മധുവേട്ടനോട് വിളിക്കും, മധുവേട്ടൻ്റെ ഫോൺ വിളിക്കും, ലാൻഡ് ഫോൺ വിളിക്കും, എന്നിട്ട് ആൾ വിളിക്കുക. അന്നത്തെ കാലത്ത് ഫോണൊന്നും ഇല്ല. അപ്പം തിരിച്ചു കിട്ടി റിട്ടേൺ വിളിക്കും. അന്നൊക്കെ ചിലപ്പോൾ കണ്ടു, ചിലപ്പോൾ ആനയെ കൊണ്ട് നമ്മൾ പാലക്കാടേക്ക് പോകുമ്പോൾ കണ്ടു അങ്ങനെ ഇഷ്ടപ്പെട്ടു, പ്രേമം മൂത്തപ്പോൾ പിന്നെ സെറ്റായി, സംസാരിച്ചു. അത് മഹാദേവനാന, ചെറുക്കൽ മഹാദേവനാന, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. മഹാദേവനാന നിന്നിട്ടാണ് എല്ലാം സെറ്റായത്. പിന്നെ പേരാമംഗല മര്യാദയ്ക്ക് നിൽക്കുമ്പോൾ കല്യാണം സെറ്റായി. ഇപ്പം 4 കൊല്ലം പ്രവേശിച്ചത് അവിടുന്ന് കണക്ക് വരുന്നുണ്ട്. ഇപ്പം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഇതൊന്നുമില്ല, ഫോണും കാര്യങ്ങളൊന്നും. കാര്യം നമ്മൾ കണ്ടെങ്കിൽ കണ്ടു എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ വിളിച്ചെന്ന് പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. കാര്യം ഫോണില്ല. നമ്മൾ ഫോൺ ചെയ്യാൻ പോകണമെങ്കിൽ ഒന്ന് ആരെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ലാൻഡ് ഫോൺ വിളിച്ചിട്ട് വേണമെങ്കിൽ നമ്പർ, അന്ന് മറ്റേ കോയിൻസാണ്, ഏത് കോയിൻസിട്ട് വിളിക്കണം. അങ്ങനത്തെ ഉള്ള അവസ്ഥയായിരുന്നു അന്നത്തെ കാലത്ത്. ഞങ്ങളുടെ ജീവിതത്തെ അനുഭവം പറയുന്നത്. അങ്ങനെ വന്ന് കല്യാണം കഴിച്ചു. അന്നത്തെ കാലത്ത് കൊല്ലത്തുനിന്ന് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് കൊല്ലത്തുനിന്ന് ഒരു ജീപ്പ് ഇവിടെ വരാൻ വേണ്ടി 5000 രൂപയായിരുന്നു ഒരു ജീപ്പ് വരാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത്. ഇപ്പം റേറ്റ് കൂടി. ഇപ്പോൾ ഒരു വണ്ടി ഇവിടെ വന്ന് പോകണമെങ്കിൽ എങ്ങനെ പോലെ മാക്സിമം ഒരു 25 രൂപ 30 രൂപേൻ്റെ ഉള്ളിലാണ്ട് നടക്കില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഞാൻ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പവനും 5000 രൂപയും അന്നത്തെ കാലത്ത്. അന്ന് 5 പവനും 5000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയുണ്ട്. ഇന്നത്തെ 5000 രൂപ കൊണ്ട് നമുക്ക് റോട്ടിക്ക് പോയി ഒന്നും ഉണ്ടാവില്ല. പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് കഴിഞ്ഞു.
മക്കള് മക്കൾ 2 ആൾ. ഒരാള് സുനിഷ, ഒരാള് നിജുഷ. പഠിക്കുകയാണ്. പഠിക്കുകയാണ്. എൻ്റെ മേഘാർജുൻ്റെ സകല കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസ് അറിയുന്ന ഒറ്റ ഒരാളുള്ളൂ, മണിക്കുട്ടി, ഇളയാള്. പിന്നെ കാശാനക്കുട്ടറെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയുന്നത് മൂത്താള്. ആ കാര്യം കാശാനക്കുട്ടിയാണ് അവൾക്ക് മെയിൻ താരം. പഠിക്കുന്ന 2 പേര്? ഒരാള് +2, ഒരാള് 7. വീട്ടിൽ അച്ഛൻ ഇപ്പം കൊല്ലത്തോട്ട് പോകാറുണ്ട്? അച്ഛനമ്മ? ഇല്ല, കൊല്ലത്തേക്ക് നമ്മൾ പോകാറില്ല. നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. അവിടെയൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ. നമ്മളിപ്പോൾ നമ്മുടെ ആനയുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുന്നത് ഇവിടെ തന്നെയല്ലേ. കാര്യം നമ്മൾ പാലക്കാട് അടക്കം പോകാറില്ല. ഫുൾ ടൈം നമ്മുടെ ആന അടുത്ത് തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു വിളി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല. എപ്പോൾ വിളിക്കണോ നമ്മൾ അപ്പോൾ ആ സ്പോട്ടിലുണ്ടാവും. ഇപ്പോൾ ഒരു നേരം ആനയ്ക്ക് വയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇവിടെയും പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ. വിളിക്കുകയാണെങ്കിൽ അപ്പോൾ ആ സ്പോട്ടിൽ നമ്മൾ ചെല്ലണം.